ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുപോലെ നല്ല പതഞ്ഞ് പൊങ്ങിയ മാവ് കൊണ്ടുള്ള ഒരു തേങ്ങാ ദോശയും ശരവണ ഭവൻ സ്റ്റൈൽ വെജ് കുർമയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് തേങ്ങാ ദോശ ഉണ്ടാക്കാനും ശരവണ ഭവൻ സ്റ്റൈൽ വെജ് കുർമ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാനും വീഡിയോ മുഴുവൻ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു തേങ്ങാദോശ ഉണ്ടാക്കാനായിട്ട് 1.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഏകദേശം ഒരു 3-4 മണിക്കൂർ കുതിർക്കാൻ വെക്കണം. അപ്പോൾ ഞാനിത് തലേന്ന് ഉച്ചക്ക് കുതിർക്കാൻ വെച്ച് രാത്രി മാവ് അരച്ച് പിറ്റേന്ന് രാവിലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം 4 മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ പച്ചരിയൊക്കെ നന്നായി കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ അരി അളന്നെടുത്ത അതേ കപ്പിൽ 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ സെയിം കപ്പിൽ 1.5 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 കപ്പ് അരിക്ക് 1.5 കപ്പ് തേങ്ങ, അതാണ് ഇതിൻ്റെ കണക്ക്. അതായത് നമ്മൾ എത്ര അരി എടുക്കുന്നോ ആ സെയിം എമൗണ്ടിൽ തന്നെയാണ് തേങ്ങയും എടുക്കേണ്ടത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു നുള്ളി ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ അത്യാവശ്യം തണുപ്പുള്ള കാലാവസ്ഥ ആയതുകൊണ്ടാണ് ഒരു നുള്ളി ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളിപ്പോൾ നാട്ടിലാണെങ്കിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണമെന്നില്ല, അല്ലാതെ തന്നെ മാവ് നന്നായിട്ട് പൊങ്ങി വരും. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ അരി അരച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മുടെ ദോശമാവിൻ്റെ അതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു മാവ് വേണ്ടത്. അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാൻ ഇന്ന് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഈ ഒരു മാവ് നമ്മൾ ഒഴിച്ചു കൊടുത്ത പാത്രം ഇറക്കി വെക്കുന്നുണ്ട്. കാരണം അപ്പോൾ നമ്മുടെ മാവൊക്കെ പൊങ്ങി പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഈ പ്ലേറ്റിലേക്ക് വീഴുള്ളൂ. അപ്പോൾ ഇത് പിറ്റേന്ന് രാവിലെ എടുത്ത് നോക്കുമ്പോൾ മാവൊക്കെ നന്നായി പൊങ്ങി പതച്ച് മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാം, മാവ് പതച്ച് മറിഞ്ഞപ്പോൾ അത് താഴെ വെച്ച പ്ലേറ്റിലേക്കാണ് വീണിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലൊരു പ്ലേറ്റ് താഴെ വെച്ച് കൊടുത്തത്. അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ തേങ്ങാദോശ ഉണ്ടാക്കാനായിട്ട് ഇതുപോലൊരു തവ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. സാധാരണ ദോശമാവ് ഉണ്ടാക്കുന്നത് പോലെ മാവ് കോരി ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് നിരത്തി കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് എണ്ണ തൂവി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മൾ ദോശ ഉണ്ടാക്കിയെടുത്ത് ഇനി നമുക്ക് വെജ് കുർമ ഉണ്ടാക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. ഇതിന് നല്ല ടേസ്റ്റുമാണ്. ഏകദേശം നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. പക്ഷെ വെള്ളയപ്പത്തിനാണെങ്കിൽ മധുരം ഉണ്ടാകും, ഇതിന് മധുരം ഉണ്ടാകില്ല. വെജ് കുർമ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇത്രയും പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 6 ബീൻസ്, 1 ക്യാരറ്റ്, 2 പൊട്ടറ്റോ, 1 തക്കാളി, ഒരു 1/2 കഷ്ണം സവാള, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം.
നമ്മളപ്പോൾ പച്ചക്കറികളെല്ലാം ഈ ഒരു സൈസിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുക്കറിൽ ഒറ്റ വിസിൽ കൊണ്ട് ഇത് വെന്ത് കിട്ടും. ഇനി നമുക്കിതെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തക്കാളിയും ഇതുപോലെ സ്ക്വയർ ആയിട്ട് അരിഞ്ഞത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കഷ്ണങ്ങളൊക്കെ മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിക്കുന്നത് വരെ കുക്ക് ചെയ്യണം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഏകദേശം ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഏകദേശം ഒരു 6 കാഷ്യൂ നട്ട്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ നട്ട്സ് നമ്മൾ കുതിർത്തിട്ടൊന്നുമില്ല, ഡയറക്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു വെളുത്തുള്ളി അല്ലിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ, കാരണം ഇത് അത്യാവശ്യം നല്ല എരിവുണ്ട്. നമ്മളിതിൽ എരിവിനായിട്ട് വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലൊരു ചെറിയ കഷ്ണം സവാള കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്രാമ്പു, ഒരു ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട ഇത്രയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്ന സ്പൈസസിൻ്റെ അളവൊന്നും കൂടാൻ പാടില്ല. കൂടിയാൽ ഒരു ഭയങ്കര കുത്തലായിരിക്കും, നമുക്ക് ഈ കറി കഴിക്കാൻ തന്നെ പറ്റില്ല. ഇതുപോലെ എല്ലാം ഓരോന്നും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 3 കറിവേപ്പിലയുടെ ഇല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കുക്കർ ഒരു വിസിലടിച്ച് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ആ ഒരു തേങ്ങ അരച്ച മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു കറി തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കട്ടിയാകും, കാരണം നമ്മൾ ഇതിൽ തേങ്ങയും കാഷ്യൂ നട്ടും എല്ലാം അരച്ച് ചേർത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊക്കെ കറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ശരവണ ഭവൻ സ്റ്റൈൽ വെജ് കുറുമ റെഡിയായി. അപ്പോൾ ഞാനിനി ഇതിലേക്ക് താളിച്ചൊഴിക്കുകയോ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇതിൽ ഒട്ടും ഓയിൽ ചേർക്കാത്ത രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ ശരവണ ഭവൻ സ്റ്റൈൽ വെജ് കുറുമയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളപ്പോൾ നമ്മുടെ തേങ്ങാദോശ ഇതുപോലൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെജ് കുറുമ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു തേങ്ങാദോശയും വെജ് കുറുമയും നല്ല കോമ്പിനേഷനാണ്. ഈ ഒരു വെജ് കുറുമ ഈ ഒരു ദോശയുടെ കൂടെ മാത്രമല്ല, നമുക്ക് സാധാരണ ദോശയുടെ കൂടെ ആയാലും വെള്ളപ്പം, ഇടിയപ്പം, അതുപോലെ ചപ്പാത്തി, ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ ഒരു ദോശ ഇനി ഈ ഒരു വെജ് കുറുമ കൂട്ടി മാത്രമല്ല, ചട്നി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു തേങ്ങാദോശയും ശരവണ ഭവൻ സ്റ്റൈൽ വെജ് കുറുമയും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.